ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചട്നിയാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഒരു ഉള്ളിയാണ്. കനം കുറച്ചരിഞ്ഞ ഒരു വലിയ ഉള്ളി ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതുണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇഡ്ഡലിയുടെ കൂടെയും ഉഴുന്നുദോശയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ചട്നി ഉണ്ടാക്കാൻ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് ഒരു 3-4 ഇല്ലി വെളുത്തുള്ളി ചതക്കിയതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കനം കുറഞ്ഞ് അരിഞ്ഞതിനാൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടുന്നതാണ്. ഇത് നല്ലോണം വഴണ്ടതിന് ശേഷം വേണം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുവാൻ. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഇവയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം വേണം ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുവാൻ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വലിയ 2 തക്കാളി ചെറിയ പീസാക്കി കനം കുറച്ചരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ തക്കാളി വേവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല വെന്ത് കിട്ടണം. വെന്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ആക്കാവൂ. തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണമെങ്കിൽ ഇതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുത്താലും മതി. ഞാൻ ഒരു തുള്ളി 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താണ് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി ഒരുവിധം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പുളി അരച്ചെടുത്ത ഈ തക്കാളി പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുകിട്ട് വറുത്തെടുക്കാവുന്നതാണ്.
ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ താളിപ്പ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി ചട്നി ഇവിടെ റെഡിയായി. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.